കാളിഹമർദ്ദന കൃഷ്ണ മുരാരി നാരകനാശന സുന്ദര രൂപ നാരദ സേവിത മാമുനി വന്ദ്യ ദുഷ്കൃതി നാശ മുകുന്ദ നമസ്തേ. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് എന്നാണ് ഈ ഖനകൻ എന്ന് പറഞ്ഞ ആള് വന്നിട്ട് കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരനോട് പറയുന്നത്. അതിനിടക്ക് ഈ ജന്തു അദ്ദേഹത്തിനെ തള്ളിയിടുകയൊക്കെ ചെയ്തുവല്ലോ. ആര് ഈ കാവലിനെ നിൽക്കുന്ന കാവലിനാക്കിയിട്ടുണ്ടല്ലോ ദുര്യോധനൻ ഒരാളാ. അപ്പൊ ഈ ഇദ്ദേഹം ഈ ഖനകൻ എന്ന് പറഞ്ഞാള് വരുമ്പോ ഈ പുരോചനൻ എന്ന് പറഞ്ഞാള് ഖനകനെ തള്ളിയിട്ടിട്ട് എന്ത് ചെയ്ത് എന്ന് ചോദിച്ചു. അതിന് നമ്മുടെ യുധിഷ്ഠിരൻ പാവലൊന്നും അറിയില്ലല്ലോ. അപ്പോ ഇത് പിടിച്ചു കൊണ്ടുവന്നിട്ടാകുമ്പോ സ്വകാര്യമായിട്ട് അകത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിതുരര് പറഞ്ഞിട്ട് വന്ന ആളാണ്, ഇവിടെ നിന്നൊരു തുരങ്കം കൊണ്ട് ആരംഭിക്കുന്നത്, ഇവിടെ മുതലാണത് തുരങ്കത്തിന്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു, അടയാളം വെച്ചു. അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഈ തുരങ്കം അടുത്തുള്ളൊരു വനത്തിലാണ് അവസാനിക്കുന്നത്, സുഖമായി നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും, സൂക്ഷിച്ചു വേണം ഈ ഗൃഹത്തിൽ കഴിയുവാൻ, ഓരോ നിമിഷവും 4 ഭാഗത്തും കണ്ണു വേണമെന്ന് പറയാറില്ലേ നമ്മൾ, അതുപോലെ 4 ഭാഗത്തും കണ്ണു വെച്ചിട്ട് വേണം ഇവിടെ താമസിക്കുവാൻ, അത്ര അപകടമാണ് ഇവിടെയെന്ന് ആ ഖനകൻ പറഞ്ഞു. അങ്ങനെ അവര് ഊഴം വെച്ചിട്ട് ഉറങ്ങാതിരിക്കാം. ഒരു ദിവസം കിടക്കും, ദുര്യോധനനെ കാണിക്കാൻ വേണ്ടി കിടന്നാലും ഓരോരാളായിട്ട് ഒരു ദിവസം ഉറങ്ങാതിരിക്കും. അങ്ങനെ ഈ കർത്തവാവിനല്ലേ ഇത് സംഭവം ഉണ്ടാക്കുന്നത് മറ്റേ ആള്. അങ്ങനെ ഇവരുറങ്ങാതെ ഇരുന്ന് ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു പോയി. ഇനിയും നിന്നാൽ വിവരങ്ങൾ അങ്ങോട്ട് ഉണർത്തിക്കുവാനാവുകയില്ലെന്ന് കരുതി യാത്ര ചോദിച്ച് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ആര് പറഞ്ഞു? ഉദ്ധവരാന്തൊക്കെ പറയുന്നു. ഇങ്ങനെ കുന്തിയമ്മായി വരുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കഥകളെല്ലാം അവരോട് പറയൂ, യാദവരുടെ വളർച്ചയിൽ ഞാൻ ആനന്ദിക്കുന്നു, എന്റെ സഹോദരന്മാരെ അവരുടെ ഭാര്യമാരെ ഞാൻ ചോദിച്ചതായി പറയണേ എന്നൊക്കെ കുന്തിയമ്മായി പറഞ്ഞിട്ടുണ്ട് എന്നോട്. രേവതിയെയും രുക്മിണിയെയും പ്രത്യേകം ഒരുക്കിയതായി പറയൂ. ഉത്തരേന്ത്യയിൽ ഈ വല്യമ്മ അമ്മായി എന്നാണ് പറയുന്നത്, വല്യമ്മയാണ് ശരിക്കും. അങ്ങനെ ധർമ്മമാർഗത്തിലാണ് എന്റെ യാത്രയെങ്കിൽ തീർച്ചയായും എന്നെ കൂടി ഓർക്കുവാൻ പറയണം. വ്യക്തിപരമായ സുഖമോ ദുഃഖമോ ഇല്ല, കാലം നയിക്കുന്നിടത്ത് കടമയായതുകൊണ്ട് പോകുന്നു, അങ്ങനെ പറയണം എന്ന് കുന്തി പറഞ്ഞയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ സാന്ദീപന്റെ ആശ്രമത്തിൽ ഞാൻ തന്നെ. അപ്പോഴാണ് വാർത്ത എത്തിയത്, അവർക്ക് ഗുഹയിലൂടെ രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല എന്നും കത്തിക്കരിഞ്ഞ 6 മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നും. വിധി പാണ്ഡവർക്ക് എതിരായിരുന്നു എന്നാണ് തോന്നുന്നത് മാധവ. ഇത്രയും സുരക്ഷിതമായ സൗകര്യങ്ങൾ ചെയ്തിട്ടും അവർ രക്ഷപ്പെട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഉദ്ധവർ തല കുമ്പിട്ടിരുന്ന് കരയാൻ തുടങ്ങി. നെയ്യും മഴക്കും ചേർന്നാൽ തീ ആളെ പടരും, കുന്തിദേവിക്കും പാണ്ഡവർക്കും അതറിയുവാൻ വയ്യാതെ വന്നെന്നോ, എന്തായാലും കഷ്ടമായി എന്ന് സാത്യകിയും പറഞ്ഞു. അപ്പൊ ഉദ്ധവരുടെ വിവരണവും സാത്യയുടെ പ്രതികരണവും ശ്രദ്ധിച്ചു കേട്ടു നിന്ന ആ ലോകൈകനാഥനായ ഭഗവാന്റെ കണ്ണുകളിൽ കുസൃതിയോടെ തിളക്കാന്നുണ്ടായത്. കുസൃതി, കള്ളച്ചിരിയോടെ കേശവൻ എന്ത് പറഞ്ഞവരോട്, നിങ്ങൾ കേട്ട വാർത്തകൾ ശരിയാണെന്ന് മനഃപൂർവ്വം വിശ്വസിക്കുക. ചാരന്മാരല്ലേ ആ വാർത്ത എത്തിച്ചത്. എന്നാൽ വിതുരൻ നിർമ്മിച്ച വഴി പൂർത്തിയായിട്ടുണ്ട്. പാണ്ഡവർ ധർമ്മചാരികളാണ്, അവര് ധർമ്മത്തിന്റെ വഴിയിലൂടെ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇനി നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരാപത്തും വരില്ലാന്ന് സമാധാനിക്കൂ. അധർമ്മത്തിന്റെ കുണ്ടിൽ അവർ പതിക്കുകയില്ല, തീർച്ചയാണത്. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്ക് വലിയ സാമ്യം പാണ്ഡവരുടെ ദേഹവുമായി ഇല്ലെന്നാണ് ചാരന്മാർ പറയുന്നത് അല്ലേ. പാണ്ഡവരോട് ഏറെ പ്രിയമുള്ള ഞാൻ ഇവിടെ നിശബ്ദനായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാണ്ഡവന്മാരോട്, എന്റെ പാണ്ഡവന്മാരോട് അത്രയും പ്രിയമുള്ള ഞാനിവിടെ ഒന്നും ചെയ്യാണ്ട് ഇരിക്കുവോ? അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഭഗവാൻ ചോദിച്ചതിന്റെ അർത്ഥം. തെല്ലിട നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു, പിന്നെ ഉദ്ധവ, നീ കേട്ട വർത്തമാനം പ്രചരിപ്പിച്ചു കൊള്ളുക. അവർ മരിച്ചതായി ലോകം അറിയട്ടെ. അങ്ങനെ ദുര്യോധനൻ സന്തോഷിക്കട്ടെ, ധൃതരാഷ്ട്രയുടെ മനം കുളിർക്കട്ടെ. തൽക്കാലം പാണ്ഡവരുടെ തിരോധാനം ലോകം അംഗീകരിക്കട്ടെ.
അവരില്ലാണ്ടായത് ലോകം അംഗീകരിക്കട്ടെ ഉദ്ധവ എന്ന് പറഞ്ഞു ഭഗവാൻ. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന യാദവ പ്രമുഖരുടെ മുഖത്തു നോക്കി കേശവൻ വീണ്ടും പുഞ്ചിരിച്ചു. കവിളിൽ പടരാത്ത ചിരിയുടെ പൊരുൾ അറിയാതെ അവർ നിന്നപ്പോൾ മാധവൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ തന്നെ നിന്നാ പോരല്ലോ. അതിന്റെ അടുക്കാണ് നമുക്ക് പുതിയൊരു കേസ് വരുന്നത്. കേശവനോട് മനസ്സുകൊണ്ട് തീരെ പൊരുത്തപ്പെടാതെ ഒരു വൃത്തികെട്ടൊരു യാദവൻ ഉണ്ടായിരുന്നല്ലോ, സത്രാജിത്ത്. അദ്ദേഹം എവിടെ മാധവനെ കണ്ടാലും ഇകഴ്ത്താമോ അത്രമാത്രം ഇകഴ്ത്തും. അത് ചെയ്തുകൊണ്ടിരുന്നു. മിത്രന്റെ പുത്രനായ നിമ്നന്റെ മകനായിരുന്നു സത്രാജിത്ത്. ഈ യാദവരിൽ വൃഷ്ണിവംശജനുമായിരുന്നു ഈ യാദവൻ. യാദവരിലും കുറെ വംശം ഉണ്ടല്ലോ, അതില് വൃഷ്ണിവംശം ആയിരുന്നു. അങ്ങനെ കേശവൻ ജനങ്ങളെ ദ്വാരകയൊക്കെ നയിച്ച സമയത്ത് സത്രാജിത്താണ് എതിർത്തിട്ടുണ്ടായിരുന്നതെന്ന്. അവന്റെ വാക്ക് വിശ്വസിച്ച യാദവർ ഏറെ കഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് അവർ സത്രാജിത്തിനെ തിരസ്കരിച്ച് ദ്വാരകയിലേക്ക് തന്നെ പോകും. നീ പണി നോക്ക്, ഞങ്ങള് പോന്നു ഞങ്ങളെ കണ്ണന്റെ അടുത്തേക്ക് തന്നെ. അവര് പോയി ദ്വാരകയിലേക്ക്. ഈ സംഭവത്തോട് സത്രാജിത്തിന്റെ ഹൃദയം പക കൊണ്ട് പുകഞ്ഞു. എങ്ങനെ നശിപ്പിക്കണം, ദ്രോഹിക്കണം എന്നുള്ള ചിന്ത വന്നു. ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിട്ടുണ്ടാവുന്നില്ല. മനസ്സിലാക്കണ്ട നമ്മള്. ഏറെ നാളത്തെ ചിന്തകൾക്ക് ശേഷം സത്രാജിത്ത് ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും ധനമുണ്ടാക്കുക, പ്രശസ്തി നിലനിർത്തുക. പണമുള്ളവർക്കല്ലേ പിന്നെ എവിടെയും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളത്. കേശവനേക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തുക, അതിനു വേണ്ടത് എന്തെന്നും അയാൾ ചിന്തിച്ചുറച്ചു. കർമ്മസാക്ഷിയായ സൂര്യനെ തപസ് ചെയ്യുക. സത്രാജിത്ത് ഭാഗീരഥയുടെ തീരത്തെത്തി ഒരു വടവൃക്ഷ തണലിൽ ഇരുന്നിട്ടാണ് തപസ്. അങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിൽ ഒന്നും നിന്നിട്ട ഒരു മരത്തിന്റെ തണലിൽ തിരിഞ്ഞിട്ട് തപസ് തുടങ്ങി. ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് സത്രാജിത്ത് തപസ് തുടർന്നത്. ആദിത്യ ഹൃദയം പണ്ട് ശ്രീരാമചന്ദ്രനെ അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുത്തില്ല. ആദിത്യ ഹൃദയം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ ഘോരായ സൗമ്യായ രുദ്രായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, താവരജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വേകസാക്ഷണേ തേ നമ, സത്വസ്വരൂപായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോസ്തുതേ. ഇതാണല്ലോ ആദിത്യ ഹൃദയ മന്ത്രം. അത് ജപിച്ചുകൊണ്ട് സത്രാജിത്ത് അങ്ങനെ തപസ് തുടർന്നു. ദിവസങ്ങൾ നീങ്ങിപ്പോയി. ആ പരിപാവനമായ തപസ് കണ്ട് ഹൃദയം കുളിർത്ത് ഗംഗ ഒഴുകി. താടിയും തലയും വളർന്ന് സത്രാജിത്ത് കാലം കടന്നത് അറിഞ്ഞതേയില്ല. കുറേ കാലായി ഇത് ജപിച്ച് ഇവിടെ ഇരിക്കുന്നു. വസന്തം പൂവിട്ടതും മഞ്ഞകാലം പ്രാഫലം നൽകിയതും പഴങ്ങളുണ്ടായതും സത്രാജിത്ത് അറിഞ്ഞില്ല. ആദിത്യ ഹൃദയ മന്ത്രത്തിന്റെ ശക്തി സത്രാജിത്ത് ഒരു ജ്യോതിസായി നിന്നു. നല്ല മന്ത്രല്ലേ, നല്ല മന്ത്രം ജപിച്ചാൽ ദുഷ്ടനായാലും നല്ലതാവെന്ന് പറഞ്ഞ പോലെയാണ്. വനം പ്രകാശത്തിൽ കുളിച്ചു. സൂര്യൻ സത്രാജിത്തിന്റെ മുമ്പിൽ സന്തോഷത്തോടെ എത്തി. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. നമസ്കരിച്ചു. എന്താ വേണ്ടത്, എന്താ എന്റെ അഭിലാഷം എന്താണത് പറയൂ, എന്ത് വേണമെങ്കിലും സാധിച്ചു തരാന്ന് പറഞ്ഞു. പോരെ, ദുഷ്ടന്മാർക്ക് അതേ കേൾക്കണ്ടു. പ്രഭോ, ആരും എന്നെ ബഹുമാനിക്കണം, ആവശ്യം പോലെ ധനവും ലഭിക്കണം, അതിനുള്ള അനുഗ്രഹം തന്നാലും എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് വേണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് കൈ ഉയർത്തി സൂര്യനാരായണ സ്വാമി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കരത്തിൽ ഒരു രത്നമണി പ്രത്യക്ഷപ്പെട്ടു. അത് സൂര്യൻ കൊടുത്തിട്ട് പറഞ്ഞു, എന്താ ഇത് കൊണ്ടുപോയി സത്രാജിത്തെ, ഈ മണിയുടെ പേര് സെമന്തകം എന്നാണ് കേട്ടോ. ഇഷ്ടവരലബ്ധിയാണ് ഇതിന്റെ ശക്തി. ഭക്തിപൂർവ്വം ഇതിനെ പൂജിക്കുക. 8 തുലാം ഭാരം സ്വർണം ഇത് പ്രദാനം ചെയ്യും. ഈ രത്നം ഇരിക്കുന്നിടത്ത് ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. സത്രാജിത്ത് ആഹ്ലാദത്തോടെ തേൻ നിറമുള്ള രത്നമണി വാങ്ങി സൂര്യൻ സത്രാജിത്തിനെ അനുഗ്രഹിച്ചു മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് പോണ്ടേ, നമ്മളെല്ലാം ഇരുട്ടിലായി പോയില്ല. അല്ലെങ്കിൽ അദ്ദേഹം പോയി. തപസ്സിന്റെ ഫലമായി ലഭിച്ച സെമന്തകരത്നം സ്വർണച്ചങ്ങലയിൽ കൊഴുത്ത് സത്രാജിത്ത് കഴുത്തിൽ ചാർത്തി. അത് പൂജിച്ചു. ഭാഗവതം പറയുന്നത് അതൊരു പൂജാമുദ്ര വെച്ച് പൂജിച്ചാലേ
സ്വർണം കിട്ടുള്ളൂ എന്ന് അദ്ദേഹം സൂര്യഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദിവസം പൂജിച്ചോണ്ടിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. കഴുത്തിൽ ചാർത്തിന്ന് അങ്ങനെ പറയുന്നില്ല, ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണൻ നിർമ്മിച്ച ദ്വാരകയെക്കാളും മനോഹരമായ നഗരം താൻ പണിയുമെന്ന് സത്രാജിത്ത് വീമ്പ് പറഞ്ഞു നടന്നു. അയാളുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ദിവസം കഴിയുമ്പോൾ സത്രാജിത്ത് സമ്പന്നനായിക്കൊണ്ടിരുന്നു. സത്രാജിത്തിന്റെ ഭാര്യയും മകളും അയാളെ ഉപദേശിക്കാതിരുന്നില്ല. വേണ്ട, ഇത് ആപത്താണ്, അധികം സമ്പത്ത് ആപത്താണെന്ന് ഭാര്യയും മകളും പറഞ്ഞു. ഇദ്ദേഹം ഇതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. എന്തോ പറയുന്ന വിവരമില്ലാത്ത പെണ്ണുങ്ങളല്ലേ എന്ന് വിചാരിച്ചു അദ്ദേഹം. ഒരു ദിവസം മകള് പറയുന്ന ചെയ്തു, സത്യഭാമ, അച്ഛാ, എന്തിനാണ് മാധവനോട് വിരോധം വെക്കുന്നത്? അദ്ദേഹം ദിവ്യനും ശക്തനുമല്ലേ, യാദവരുടെ രക്ഷകനല്ലേ കേശവൻ. ജരാസന്ധനെ പോലുള്ള രാജാവിനെ നേരിടുവാൻ അച്ഛന് കഴിയുമോ? കംസനെ കൊന്ന് യാദവവംശത്തെ രക്ഷിച്ചവനല്ലേ ആ കർമ്മധീരൻ. അച്ഛൻ പലതവണ ആക്ഷേപിച്ചിട്ടും നമ്മെ കേശവൻ ധിക്കരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്താണെന്ന് അറിയാമോ? യാദവർ എന്ന സ്നേഹം കൊണ്ടാണ്. അച്ഛൻ യാദവനായി പോയത് കൊണ്ടാണ് അദ്ദേഹം അച്ഛനെ ഒന്നും ചെയ്യാണ്ട് ഇതുവരെ നിലനിർത്തിട്ട് വരുന്നത് എന്ന് മകള് പറഞ്ഞു. സത്യഭാമയുടെ വാക്കുകള് ചെവിയിൽ കേട്ടിട്ടേ ഇല്ല എന്നാ പറയുന്നത്. കേട്ടിട്ട് മറ്റേ ചെവിയിലെ വിട്ടുപറഞ്ഞ ചെവിയിൽ കേട്ടിട്ടേ ഇല്ല. ധനത്താൽ അഹങ്കാര തിമിരം ബാധിച്ച സത്രാജിത്ത് സത്യത്തെ കണ്ടതുമില്ല. അതാണ്, അങ്ങനെയാണല്ലോ. അന്ന് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ഇവൻ ഈ സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ ഇവൻ കഷ്ടപ്പാടൊക്കെ മറന്നു, പണ്ട് ബുദ്ധിമുട്ടിയതൊക്കെ മറന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദ്വാരകയിലും ഈ രത്നകഥയെത്തി. സത്രാജിത്തിന്റെ ബന്ധുക്കളും യാദവ പ്രമുഖരും ശമന്തകരത്നത്തിന്റെ കഥ കേട്ട് അതിശൂക്കത്ത് വിരൽ വെച്ചിരുന്നു പോയി എന്ന് പറയാം. ഒരു ദിവസം സത്രാജിത്ത് നേരിട്ട് തന്റെ ദിവ്യത്വം കാണിക്കുവാൻ കഴുത്തിൽ തൂക്കിയിട്ട രത്നമണിയുമായി ദ്വാരകയിലെത്തി. തെരുവിലൂടെ മറ്റൊരു സൂര്യനെ പോലെ നടന്ന സത്രാജിത്തിന് ചുറ്റും ധാരാളം യാദവർ കൂടി. ചിലർക്കെന്ത് വേണം, ആ മണി സ്വർണം തരുന്നത് കാണണം, മറ്റു ചിലർക്ക് രത്നത്തിലും തൊടണം, മറ്റു ചിലർക്ക് കഴുത്തിൽ അണിയുവാൻ തന്നെയാണ് മോഹം. അവരെല്ലാം സത്രാജിത്തിനോട് തങ്ങളുടെ ആഗ്രഹം പറയുകയും ചെയ്തു. യാദവനാണെങ്കിലോ അവരുടെ ആഗ്രഹങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. പുല്ലുപോലെ അഹങ്കാരത്തോടെ രത്നമണിയും കഴുത്തിൽ ചാർത്തി നടന്നു. കേശവനേക്കാളും മഹത്വം തനിക്കൊണ്ടെന്ന് യാദവർ അറിയട്ടെന്ന് സത്രാജിത്ത് പറഞ്ഞു. അതിനിടക്ക് കുറെ ആൾക്കാർ ഒരു ഭഗവാനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അർക്കൻ വരുന്നുണ്ട് ഹ കൃഷ്ണ, നിന്റെ തൃക്കാൽ വണങ്ങാൻ ഇത് ചെന്നു ചൊന്നാൻ. കണ്ണുകൊണ്ടൊന്നു മറിഞ്ഞു നോക്കി തൽക്കാലം അംഭോരുഹചാരു നേത്രൻ. അവിടത്തേക്ക് അറിയാത്തതോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ സത്രാജിത്ത് തെരുവിൽ സമന്തകമായി നടക്കുന്നവരും കേശവൻ അറിഞ്ഞു. കൃഷ്ണൻ ഉദ്ധവനെ വിട്ട് സത്രാജിത്തിനെ വിളിപ്പിച്ചു. ഇങ്ങനെ തെരുവ് തണ്ടണ്ട, ഇങ്ങോട്ട് വരാൻ പറയൂന്ന് പറഞ്ഞു. തന്റെ മഹത്വം കേശവനെ ധരിപ്പിക്കണം. ദ്വാരക പോലെ ഒരെണ്ണം പണിയുവാൻ തനിക്കാവുമെന്ന് കേശവൻ അറിയിക്കണം. ഇതൊക്കെയാണ് ഇവന്റെ അസൂയ. ഈ ചിന്തകളോടെ സത്രാജിത്ത് ഉദ്ധവനൊപ്പം കേശവന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. തെല്ല് ഗർവോടെ നടന്നു വരുന്ന സത്രാജിത്തിനെ മാധവൻ ദൂരെ നിന്നേ കണ്ടു. കേശവന്റെ ചുണ്ടിൽ ആ കുസൃതി ചിരി വന്നു, ആ പുഞ്ചിരി വന്നു. സത്രാജിത്തിന്റെ മനോഹരമായ ആസനത്തിൽ ഉദ്ധവൻ ഉപവിഷ്ടനാക്കി. അപ്പോഴേക്കും കേശവനും എത്തിക്കഴിഞ്ഞു. പ്രഭാത സൂര്യനെ പോലെ തിളങ്ങുന്ന സെവന്തകമണി കഴുത്തിൽ ചാർത്തിയ സത്രാജിത്ത് ജ്വലിച്ചു നിന്നു, സൂര്യനെ പോലെ തന്നെ. അപ്പൊ കേശവൻ, യാദവ ശ്രേഷ്ഠ, ആദിത്യദേവൻ സംഭാവന ചെയ്ത സെമന്തകമണിയാണ് അങ്ങയുടെ കഴുത്തിൽ ശോഭിക്കുന്നതല്ലേ? ആണെന്ന് എനിക്ക് തോന്നുന്നു. വിശേഷപ്പെട്ട രത്നമാണിതല്ലേ? ഇത്തരം രത്നങ്ങൾ ബ്രഹ്മചാരികളാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ രാജഭണ്ഡാരത്തിലാണ് ഇത്തരം രത്നങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങ് ഈ രത്നം സൂക്ഷിച്ചാൽ ആപത്തുണ്ടായി എന്ന് വരാം. അതുകൊണ്ട് താങ്കൾ മണി നമ്മുടെ രാജാവായ ഉഗ്രസേനന് ദാനമായി നൽകണം. അതിന് പ്രതിഫലമായി താങ്കൾക്ക് എത്ര ധനം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. സത്രാജിത്തിന് ഇത് കേട്ടിട്ട് വരാനുള്ള ദേഷ്യമൊക്കെ വന്നു. മുഖം ചുളിച്ചുകൊണ്ട് സത്രാജിത്തൻ എഴുന്നേറ്റു. അപ്പൊ കേശവൻ പറഞ്ഞു, വിരോധിക്കണ്ട, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അവസാനം ഗുണം ദോഷമാവരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. സത്രാജിത്ത് മറുപടി ഒന്നും മോതാതെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. സത്രാജിത്ത് ഈ കാര്യം പറഞ്ഞ് തന്റെ അന്തസ്സ് വളർന്നത് കാണിക്കുവാനാണ്. എല്ലാവരും ആരാധിക്കുന്ന കേശവൻ തന്റെ മുമ്പിൽ യാചകനായി നിൽക്കുന്നത് അവൻ
ഭാര്യയെയും മകളെയും വിവരിച്ചു കൽപ്പിച്ചു. പോരെ, അതായിരുന്നു എന്നാണ്. ഇടയിൽ സത്യഭാമ ചോദിക്കുകയും ചെയ്തു, കൃഷ്ണൻ പറഞ്ഞത് ശരിയാവരുതോ അച്ഛാ? രത്നം മൂലം ആപത്ത് വന്നുവെന്ന് വരാ. പെട്ടെന്ന് സത്രാജിത്ത് പറഞ്ഞു, ഒരിക്കലും അതുണ്ടാവുകയില്ല. ഇങ്ങനെ അസത്യമായ വാക്കുകൾ അസഭ്യം പറയാതിരിക്കുക. അങ്ങനെ വന്നാൽ ദുരാഗ്രഹിയായ കേശവനായിരിക്കും അത് ചെയ്യുക. അത് തന്നെ പറയുകയും ചെയ്തു. ഏത് മുമ്പേ ഒരു ധാരണയുണ്ട് ഇവന് കേശവനാണ് ചെയ്യുക എന്ന്. അതും പറഞ്ഞു. സത്യഭാമ മൃദുവായി പറഞ്ഞു, അച്ഛൻ എന്താണ് പറയുന്നത്? യാദവരുടെ പിതൃരാജ്യം സമുദ്രത്തിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞ കരുത്തനാണ് അദ്ദേഹം. മാധവൻ രത്നങ്ങളുടെ നാഥനല്ലേ? ചെമന്തകം പോലുള്ള എത്രയോ രത്നങ്ങൾ മാധവന്റെ പക്കലുണ്ട്. ഉടൻ സത്രാജിത്ത് ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു? ഓ, പെട്ടെന്ന് സത്യഭാമ പതറി. അവളൊരു നിമിഷത്തിനുള്ളിൽ ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു, എന്റെ കൂട്ടുകാരികളെല്ലാം പറയുന്നു, അല്ലാതെ ഞാൻ എങ്ങനെ അറിയുവാൻ? സത്യഭാമേ, നീ നിന്റെ പിതാവിനെ ധിക്കരിക്കുന്നോ? ഇല്ല അച്ഛാ, ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു സത്യഭാമ. യാദവ സ്ത്രീകളിൽ അതീവ സൗന്ദര്യമുള്ളവരാളാണ് സത്യഭാമ. നറുനെയ്യിന്റെ നിറവും നീൾമിഴികളും തിലപുഷ്പ സമാനമായ നാസികയും രൂപഭംഗിയിലും സ്നിഗ്ധതയിലും മാതളഫലങ്ങളെ അധക്കരിക്കുന്ന പയോധരങ്ങളും ഉരുവമൊത്ത നിതംബവും അവളെ രൂപവതിയാക്കി. ആരും കൊതിക്കുന്ന ആ സുന്ദരരൂപി കണ്ണന്റെ മാറിൽ രോമന ബിന്ദുവാകാൻ ആശിച്ചു കഴിഞ്ഞു. രുക്മിണി ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ സത്യഭാമക്കും ആഗ്രഹം ഭഗവാന്റെ പത്നിയാവണം എന്നുള്ളത് തന്നെയാണ്. പിതാവുമായി പിണങ്ങുവാൻ അവൾ ഇഷ്ടപ്പെട്ടതുമില്ല. സത്യം സത്യം പോലെ വരൂ, കാലം വരട്ടെ, കാത്തിരിക്കാന്ന് വിചാരിച്ചവള്. പ്രകൃതി ഒരു കാത്തിരിപ്പിന്റെ നായികയാണല്ലോ. സത്രാജിത്തിനൊരു അനുജൻ ഉണ്ടായിരുന്നു, പ്രസേനൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ പ്രസേനജിത്ത് എന്നാണ് അനുജന്റെ പേര്. പ്രസേനൻ എന്ന് പറയും. അത് ഏട്ടന്റെ സ്വഭാവത്തിനോട് തുല്യം തന്നെ ആയിരുന്നു. അഹന്ത കാണിക്കാനും വീമ്പ് പറയുവാനും ഒട്ടും മോശക്കാരനല്ലായിരുന്നു പ്രസേനനും. ഒരു ദിവസം പ്രസേനജിത്തിനൊരാഗ്രഹം ജനിച്ചു. എന്താ? നായാട്ടിന് പോകണം. സുഹൃത്തുക്കളും ഒന്നിച്ചു മൃഗയാ വിനോദത്തിന് വനത്തിലെത്തണം. വനസുഖം ആസ്വദിക്കണം. സുന്ദരമായ സെമന്തകം മണി കഴുത്തിൽ അണിഞ്ഞു വേണം വനത്തിലേക്ക് പോകാനെന്നും പ്രസേനൻ ഉറച്ചു. കഷ്ടം, ഈ കാട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും സ്വർണ്ണരത്നം അതിലിട്ടിട്ട് പോവുക? അത് വലിയ 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 ടൗണിലെല്ലാം പോകുമ്പോഴല്ലേ ഇടേണ്ടത്, ഉത്സവത്തിനൊക്കെ. അങ്ങനെ ചോദിച്ചു സെമന്തം. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്കറിയാമല്ലോ, വിശേഷ രീതിയിലുള്ളതാണ് ഈ രത്നം എന്നല്ല കേശവൻ പല പ്രാവശ്യം എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രശാലിയും സൂത്രക്കാരനും കള്ളനുമാണ് കേശവൻ. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. രത്നം മോഹിച്ചവൻ വരുവാൻ സാധ്യതയുണ്ട്. ഉറങ്ങുമ്പോഴും ഈ രത്നം കഴുത്തിൽ തന്നെ കിടക്കണേ. ഓഹോ, ഞാൻ ശ്രദ്ധിച്ചോളാട്ടാ. രത്നം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകിച്ച് എന്നോട് പറയണോ ജ്യേഷ്ഠ? ഈ രത്നം കഴുത്തിലണിഞ്ഞാൽ ആർക്കെന്നെ എതിർക്കുവാൻ കഴിയും? കേശവന്റെ ശക്തിയെ നിഷ്പ്രഭമാക്കാൻ ഈ രത്നത്തിന് കഴിയില്ലേ? എന്നല്ല, ഞാൻ ഉടനെ മടങ്ങി വരുന്നതുമാണ്. അനുജൻ ജ്യേഷ്ഠന് വാക്ക് കൊടുത്തു. പ്രസേനന്റെ മറുപടി കേട്ട് സന്തോഷിച്ചു സത്രാജിത്ത്. രണ്ടാളും ജിത്തന്നെ, പ്രസേനജിത്തും സത്രാജിത്തും. കഴുത്തിലണിഞ്ഞിരുന്ന സെമന്തകരത്നം അനുജന്റെ ഗളത്തിൽ അർപ്പിച്ചു. ഉദയസൂര്യനെ പോലെ തിളങ്ങുന്ന രത്നം ഗളത്തിലണിഞ്ഞപ്പോൾ പ്രസേനൻ ഉഷസ്സു പോലെ വിളങ്ങി. പ്രസേനജിത്തും സുഹൃത്തുക്കളും ആനന്ദഭരിതരായി വനത്തിലേക്ക് പുറപ്പെട്ടു. ഇപ്പൊ എല്ലാരും പോകുന്നില്ലേ ഇത് കാട് കാണാൻ പോകുന്നുണ്ടല്ലോ ഒരു പറ്റം ആൾക്കാര്. അതുമാതിരി ഇവൻ കാട് കാണാനാ പോയത്. വെള്ളച്ചാട്ടം കാണാനും മൃഗങ്ങളെ കാണാനും ഫോട്ടോ എടുക്കാനും എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്നും ഉണ്ടല്ലോ പ്രസേനജിത്ത് ആയിട്ട് കുറെ ആൾക്കാർ. അവർ ജൈവതക പർവ്വതത്തിലാണ് എത്തിയത്. മൃഗങ്ങളെ ഇളക്കി ഓടിച്ചും പിമ്പേവ ഞമ്പെയ്ത് വീഴ്ത്തിയും വമ്പ് നോക്കി കൊമ്പന്മാരെ അമർത്തിയും തുമ്പമില്ലാതെ രസിച്ചു അവര്. പ്രസേനജിത്ത് വനത്തിൽ പ്രകാശം പരത്തി. അങ്ങനെ സൂര്യനിരിക്കുമ്പോലുള്ള പ്രകാശത്തിൽ കണ്ണുമിഴിച്ചു. മൃഗങ്ങൾ നിന്നു. എന്തൊന്നു വേണ്ടെന്ന് അറിയുന്നില്ല. മൃഗങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല ഈ രത്നത്തിലേക്ക് നോക്കുമ്പോ. അങ്ങനെ അത്ഭുതപ്പെട്ട് മൃഗങ്ങൾ നിൽക്കുന്ന സമയത്ത് പരിഭ്രമിച്ച് ദിക്കറിയാതെ നിൽക്കുന്ന അവയെ കൊല്ലാൻ
എളുപ്പായില്ലേ. അങ്ങനെ കൊന്നു. കൊന്നും വെന്നും ഓടിച്ചും വനത്തിൽ പ്രസേനജിത്ത് മുന്നേറിക്കൊണ്ടേയിരുന്നു. കൂട്ടം വിട്ട് വനത്തിൽ ഒറ്റപ്പെട്ടു. ദാ വരുന്നു ആപത്ത്. സുഹൃത്തുക്കൾ അന്വേഷിച്ച് പ്രസേനൻ വനത്തിൽ കുതിരയെ ഓടിച്ചു. പക്ഷേ വരാനുള്ളതുണ്ടോ വഴിയിൽ തങ്ങുന്നു. വനത്തിന് പുറത്തേക്ക് വരാനുള്ളതിന് പകരം ദിക്ക് തെറ്റി വന അന്തർഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അഹങ്കാരത്തിനൊരു താഴിടാൻ തുടങ്ങി ഇവിടെ. ഇപ്പൊ വനത്തിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ പ്രസേനന് ഭയം ബാധിച്ചു. കുതിരയെ നിർത്തി പ്രസേനൻ മണ്ണിലിറങ്ങി. കൊടുമ്പനം ക്രൂര ജന്തുക്കളാൽ നിബിഡം വെകിളി പിടിച്ച കുതിരയെ നിയന്ത്രിക്കുവാൻ തന്നെ നന്ന പ്രയാസമായി. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രസേനൻ വിഷമിച്ചു. ഫോണൊന്നുമില്ലല്ലോ ഇന്നത്തെ പോലെ വിളിച്ചത് പറയാൻ. അതൊരു കഷ്ടപ്പാടായിപ്പോയി. ഇടിവെട്ടും പോലെ ചികിട്ടട്ടപ്പിക്കുന്നൊരു ഭീകര നിസ്വനം കേട്ട് പ്രസേനൻ ഞെട്ടിത്തിരിഞ്ഞു. ഭീകരമായ ആ ദൃശ്യം കണ്ട് പ്രസേനന്റെ രക്തം ഉറഞ്ഞുപോയി. ശരീരം മാലില പോലെ വിറച്ചു. ഗുടുഗുടുഗുടുഗുടാ വിറച്ചു. കാലുകൾക്ക് ചലനശക്തി നഷ്ടപ്പെട്ടു. തൊണ്ടയിലെ ജലമെല്ലാം പറ്റി. മരണം വാ പിളർന്നു. ക്രൂരമായ പല്ലുകൾ കാട്ടി അലറി ചിരിച്ചു നിന്നു. ഏതാനും അവന് പോകാനുള്ള സമയം ആയിരിക്കുന്നു. പ്രസേനൻ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങി. വാ പിളർത്തി ദംഷ്ട്രകൾ കാട്ടി കാലുകൾ വിടർത്തി വാലുയർത്തി പുച്ഛമനക്കിയിട്ട് ആരാ മുമ്പിൽ നിൽക്കുന്നതെന്നോ? കരാളരൂപിയായ സിംഹം. അത് കണ്ട് പ്രസേനൻ തളർന്നു പോയി. സിംഹത്തിന്റെ കണ്ണുകൾ ജ്വലിച്ചു. ഇത്ര നേരം ഉണ്ടായ അമ്പമില്ലൊന്നും ഇല്ലേ? എല്ലാം തീർന്നോ? ഏത് നിമിഷത്തിലും സിംഹം തന്റെ മുതുകിൽ ചാടി വീഴാം. ജീവിതത്തിനും മരണത്തിനും ഇടക്കുള്ള മുഹൂർത്തം. അപ്പോഴും ഒന്ന് ഭഗവാനെന്ന് വിളിക്കാൻ ഈ പ്രസേനജിത്തിന് തോന്നിയില്ല. പ്രസേനജിത്ത് സെമന്തകം മണി ഓർത്തില്ല. ധനവും മാനവും ചിന്തിച്ചില്ല. സുമുഖിയായ ഭാര്യയെ കുറിച്ചോ സന്താനങ്ങളെ കുറിച്ചോ ആലോചിച്ചില്ല. അദ്ദേഹം ഇപ്പോഴെന്താണ് ആലോചിക്കുന്നത്? മരണത്തിന് മാത്രം. ജീവിക്കണം എന്നുള്ളൊരു സ്വര മാത്രം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എല്ലാ ചിന്തകളും സ്വജീവനെ കുറിച്ചായിരുന്നു. ഏറ്റവും വലിയ സ്വാർത്ഥനായ മനുഷ്യൻ മാറുന്ന സമയമാണത്. പ്രസേനജിത്ത് ഒന്ന് അനങ്ങി. സിംഹം ഒറ്റ കുതിപ്പിന് പ്രസേനന്റെ മുതുകിൽ പതിച്ചു. നേരിയൊരു ചലനം മാത്രമേ പ്രസേനനുണ്ടായുള്ളൂ. ചാടി ഓടാൻ തുടങ്ങിയ കുതിരയെയും സിംഹം കൊന്നു. പ്രകാശമാനമായ രത്നം വിശിഷ്ടമായ എന്തോ ഒരു വസ്തുവാന്ന് വിചാരിച്ചിട്ട് പാവം സിംഹം സെമന്തകം പ്രസേനന്റെ ഗളത്തിൽ നിന്നും ചങ്ങല കടിച്ച് പൊട്ടിച്ചെടുത്തു. ഏതോ ഭോജ്യമായ വസ്തു ലഭിച്ച ആനന്ദത്തോടെ കേസരീരൻ സെമന്തവും കടിച്ചെടുത്തുകൊണ്ട് വനത്തിലൂടെ നടന്നു. ആ വനത്തിന്റെ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ വൃദ്ധനായ ജാമ്പവാൻ താമസിച്ചിരുന്നത്. അത് ചിരഞ്ജീവിയല്ല അദ്ദേഹം. രാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് സ്വതന്ത്രനായി പുറത്തു വന്ന ജാമ്പവാൻ ഒരു ഗന്ധർവ നാരിയാണ് വിവാഹം കഴിച്ചത്. അവളിന് മക്കളും ഉണ്ടായി. അപ്പം ജാമ്പവതി സുന്ദരിയായത് എന്തേന്ന് ഇനി ആരും ചോദിക്കണ്ട. ഗന്ധർവ സ്ത്രീയുടെ മകളാണ് ജാമ്പവതി. ഇപ്പൊ മനസ്സിലായില്ലേ? കുടുംബസമേതം പർവ്വതത്തിലൊരു ഗുഹയിൽ വസിക്കുകയായിരുന്നു അദ്ദേഹം. സിംഹത്തിന്റെ ഗർജനവും മലർച്ചയും ബഹളവും ജാമ്പവാൻ കേട്ടു. ഇത്ര അധികം പ്രായാധിക്യം ആയിട്ടും ജാമ്പവാന്റെ അങ്ങനെ ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഏതോ ക്രൂര ജന്തുക്കൾ കടിപിടി കൂടുന്നതാണെന്ന് ആദ്യം കരുതി. ഗന്ധർവനാരി പിരിഞ്ഞു പോയതിനാൽ ഗുഹയിൽ ജാമ്പവാൻ സർവ്വസമയവും മക്കളുടെ സമീപം തന്നെ വർത്തിക്കുകയാണ് പതിവ്. ഈ ഗന്ധർവനാരി കുറെ മക്കളിലുണ്ടാകും അങ്ങ് പോയി. അതാണല്ലോ അവരെ പതിവ്. എന്നിട്ട് എന്താ ഇത് ബഹളം എന്നൊന്നും അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് മെല്ലെ ജാമ്പവൻ ഗുഹക്ക് വെളിയിൽ വന്നു. വനത്തിൽ വിശേഷവിദ്യയായി ഒന്നും ജാമ്പവൻ കണ്ടതുമില്ല. പക്ഷേ വനത്തിന്റെ ഒരു ഭാഗത്തുണ്ട് മനോഹരമായ പ്രകാശമേർന്ന് നിൽക്കുന്നു. അത് കണ്ടു. ആ പ്രകാശം ചലിക്കുന്നതായും ജാമ്പവൻ മനസ്സിലാക്കി. അത് കടിച്ചിട്ട് നമ്മുടെ സിംഹത്താൻ പോന്നതാണ്. നീലയിൽ കുളിച്ച വനത്തിലൂടെ മാരുവിൽ ഉണർത്തി ചലിക്കുന്ന ജ്യോതിസ് എന്താണെന്നറിയാൻ വാനരൻ ആഗ്രഹിച്ചു. ജാമ്പവാൻ ആ ദിക്കിലേക്ക് വേഗത്തിൽ നടന്നു. കണ്ടു പ്രായാധിക്യായിട്ടും ഒന്നും തകരാറില്ല മൂപ്പർക്ക്. വേഗത്തിൽ തെന്നിമാറുന്ന പ്രകാശകേന്ദ്രത്തിൽ ജാമ്പവാൻ എത്തി. ആ രംഗം കണ്ട് വാനരൻ അതിശയിച്ചു. അതുല്യമായ പ്രകാശം പൊഴിക്കുന്ന ഒരു രത്നം കടിച്ചു പിടിച്ചുകൊണ്ട് ക്രൂരനായ ഒരു സിംഹം നടന്നു പോകുന്ന കാഴ്ചയാണ് ജാമ്പവാൻ ദർശിച്ചത്. വൃദ്ധനെങ്കിലും പഴയ സ്ഥൈര്യമൊന്നും കളഞ്ഞില്ല.
കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിമിഷത്തിനുള്ളിൽ ചാടി കുതിച്ച് കേസരി വീരന്റെ അരികിലെത്തി ഒറ്റപ്രഹരത്തിന് മസ്തകം വളർന്നു. പിന്നല്ല, പിടഞ്ഞു സിംഹം പതിച്ചു. സിംഹത്തിന്റെ ദംഷ്ട്രയിൽ പൊരുത്തി കിടന്ന മണിയെടുത്തു. ജാമ്പവാൻ തിരിച്ചു മറിച്ചു നോക്കിയത് വാനരന്റെ കയ്യിൽ രത്നം കിട്ടിയ പോലെ ഒന്നും മനസ്സിലായിട്ടില്ല. അതും കൊണ്ട് ഈ രത്ന കഷ്ണത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു മൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്ന് ജാമ്പവാന് സ്വയം പുച്ഛം തോന്നി. പുച്ഛിക്കണ്ട ജാമ്പവ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പം ഇത് ഇത്രയും കഥകൾ ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് ഇതിന്റെ ബാക്കി ഭാഗം നാളെയും പറയാൻ ഭഗവാൻ അവസരം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാലം മതിയാക്കാം അല്ലേ.